ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ഇറാന് കടുത്ത മുന്നറിയിപ്പ് നൽകി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഏതെങ്കിലും വിധത്തിൽ തങ്ങളെ ആക്രമിച്ചാൽ യുഎസ് സായുധ സേനയുടെ മുഴുവൻ ശക്തിയും മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ നിങ്ങളുടെ മേൽ പതിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. ശനിയാഴ്ച ഇസ്രായേൽ ടെഹ്റാനിലെ ഇറാന്റെ പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനം ലക്ഷ്യമാക്കി ബുഷർ പ്രവിശ്യയിലെ സൗത്ത് പാസ് ഗ്യാസ് ഫീൽഡുമായി ബന്ധപ്പെട്ട പ്രകൃതിവാതക സംസ്കരണ യൂണിറ്റ് ആക്രമിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ പരാമർശം. ഇറാനെതിരായ ഇസ്രായേലിന്റെ രാത്രിയിലെ ആക്രമണങ്ങളിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും ട്രംപ് പറഞ്ഞു. ഇറാനും ഇസ്രായേലും തമ്മിൽ എളുപ്പത്തിൽ ഒരു കരാർ ഉണ്ടാക്കാനും ഈ സംഘർഷം അവസാനിപ്പിക്കാനും കഴിയുമെന്ന് ട്രംപ് പറയുന്നു. ഇതിനിടെ ടെഹ്റാനും വാഷിംഗ്ടൺ ഡിസിയും തമ്മിലുള്ള 6ാം റൗണ്ട് ആണവ ചർച്ചകൾ ഇറാൻ റദ്ദാക്കി. ഇസ്രായേലി തീരദേശ നഗരമായ ബാറ്റിയാമിൽ ഇറാനിയൻ മിസൈൽ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നതിനിടെ മേയർ അറിയിച്ചു. ശനിയാഴ്ച ആരംഭിച്ച ഇറാനിയൻ ആക്രമണം രാത്രി മുഴുവനും പുലർച്ചെയും തുടർന്നു. ഒറ്റ രാത്രി കൊണ്ട് രാജ്യത്തുടനീളം കുറഞ്ഞത് 7 പേർ കൊല്ലപ്പെട്ടു. അതിൽ 10 വയസ്സുള്ള ഒരു ആൺകുട്ടിയും 20 വയസ്സുള്ള ഒരു സ്ത്രീയും ഉൾപ്പെടുന്നു. ഒന്നിലധികം ആക്രമണങ്ങളിൽ 140-ലധികം പേർക്ക് പരിക്കേറ്റു. ഒറ്റ രാത്രി കൊണ്ട് എത്ര കെട്ടിടങ്ങൾ തകർന്നുവെന്ന് വ്യക്തമല്ലെന്ന് ഇസ്രായേൽ പ്രതിനിധികൾ അറിയിച്ചു. ഏറ്റവും മാരകമായ ആക്രമണങ്ങളിലൊന്ന് ടെഹ്റാനിലായിരുന്നു. ഇസ്രായേലി മിസൈൽ ഒരു റെസിഡൻഷ്യൽ ഹൈ ഹൗസിൽ ഇടിച്ചുകയറി 29 കുട്ടികൾ ഉൾപ്പെടെ 60 പേർ കൊല്ലപ്പെട്ടതായി ഇറാനിയൻ അധികൃതർ അറിയിച്ചു. വടക്കൻ ഇസ്രായേലിലെ ഒരു വീടിന് സമീപം നേരത്തെ നടന്ന മറ്റൊരു ആക്രമണത്തിൽ 3 സ്ത്രീകൾ കൊല്ലപ്പെടുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിനു മറുപടിയായി ടെഹ്റാൻ ഇസ്രായേലിന് നേരെ പുതിയ മിസൈൽ ആക്രമണം അഴിച്ചുവിട്ടു. ഗലീലി മേഖലയിലെ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ 4 പേർ കൊല്ലപ്പെട്ടതായി ഇസ്രായേലി ഉദ്യോഗസ്ഥർ പറയുന്നു. ആക്രമണത്തിൽ ഇറാനിയൻ മിസൈലുകൾ ഇസ്രായേലിന്റെ ആകാശത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.